ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ചാനൽ ചർച്ചകളിലായിരുന്നാലും ശരി, പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലായിരുന്നാലും അതല്ല അവരുടേതായിട്ടുള്ള ഓൺലൈൻ ചാനലുകൾ, കമന്റ്സ് രൂപത്തില് ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ എവിടെയായിരുന്നാലും ശരി, ചില ആളുകൾക്ക് നല്ല ധൈര്യം വന്നിട്ടുണ്ട് സത്യം തുറന്നു പറയാൻ. ഇനിയെങ്കിലും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ തന്നെ സാരമായി ബാധിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ ഈ രാജ്യത്തെ മുഴുവനും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദം. ഈ ഭീകരവാദത്തെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും ഒരു പരിധി വരെ ജനങ്ങൾ വളരെ വിജിലന്റ് ആണ്. മറ്റൊന്നുമല്ല, ഈ വഖഫ് വിഷയവും കൂടി വന്നതോടെ, പൊതു സിവിൽ കോഡിനെ എതിർക്കുന്ന നല്ലൊരു ജനവിഭാഗം ഉയർന്നു വന്നതോടെ ആളുകൾക്ക് മനസ്സിലായി ഈ പോക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ അമുസ്ലിങ്ങളുടെ നിലനിൽപ്പ്. അവര് ശക്തമായ രൂപത്തിൽ അത് വിളിച്ചു പറയാൻ തുടങ്ങി. ചാനൽ ചർച്ചകളിൽ പോലും നിങ്ങളിനിയും ഇതുപോലെയുള്ള മതഭീകരന്മാരെയാണ് കൊണ്ടുവന്നിരുത്തുന്നതെങ്കിൽ ചാനൽ ചർച്ചയ്ക്ക് പോലും ഇനി മുന്നോട്ട് ഞങ്ങൾ വരില്ല എന്ന രൂപത്തിലേക്ക് ദേശസ്നേഹികൾ പ്രതികരിക്കാൻ തുടങ്ങിയത് ശുഭസൂചകമാണ്. എന്തായാലും തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ SDPI വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള അവിശുദ്ധ ബന്ധമാണ് ഇന്ന് തെളിവുകൾ സഹിതം ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് SDPIയുടെ പ്രതിനിധി പറഞ്ഞ അതിൽ വലിയ കാര്യമൊന്നുമില്ല, യാദൃച്ഛികമായി പലരെയും കണ്ടുകൊണ്ടു. കോൺഗ്രസിന്റെ വക്താവ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇവർ കൃത്യമായിട്ട് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അങ്ങോട്ട് വോട്ട് നൽകാം എന്ന് ഉറപ്പിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നു. പക്ഷേ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ പറയുന്നു. എന്തായാലും അപകടകരമായ ഒരു രാഷ്ട്രീയം അതല്ലേ കേരളത്തിൽ നിലവിലുള്ളത്. പാലക്കാട് നിന്ന് പഠിക്കേണ്ടത് എന്നാണ്. താങ്കൾ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കാം. അതിനു മുമ്പ് എനിക്ക് വളരെ സഹതാപത്തോടുകൂടി, സങ്കടത്തോടുകൂടി, വിഷമത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ടുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന വളരെ മുതിർന്ന അഭിഭാഷകനായ രാം കുമാർ സാറിനോട് ഖേദവും പറയട്ടെ. സാർ, കടുത്ത ക്രൂരനായ ചെകുത്താന്മാരോട് സാർ വേദം ഊതിയിട്ട് എന്ത് കാര്യം? ആരാണ് SDPI? SDPI ആരാണെന്ന് 3 ദിവസം മുമ്പ് പിണറായി വിജയന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. SDPയുമായി കൂട്ടുകൂടി, SDPയുമായി ഇവിടെ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിലും ഒക്കെ കൂട്ടുകൂടിയവരാണ്. ആ പിണറായി വിജയന്റെ പ്രസംഗത്തിലെ ആദ്യത്തെ വരി രാജ്യവിരുദ്ധരായ ഈ SDPയുമായി കൂട്ടുകൂടുന്നത് കോൺഗ്രസ് ശരിയാണോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ഏത് ഇന്നലെ വരെ കൂട്ടുകൂടിയവൻ കൂടെ കിടന്നവനല്ലേ പനി അറിയുള്ളൂ. ആ പിണറായി വിജയൻ പറയുന്നു ഈ ക്ഷുദ്രജീവികളാണ്, രാജ്യവിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ്. ആരാണ് SDPI? ഇന്ദ്രന്മാല ഭാരതമാതാ കി ജയ് എന്ന് വിളിക്കുന്നത് പോലെ ഇന്ദ്രന്മാല ഇന്ത്യയെ തുണ്ടുതുണ്ടായി മുറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ദ്രന്മാല ഭാരതമാതാ കി ജയ് എന്ന് പറയുന്നത് പോലെയാണ് SDPIയുടെ മതേതരത്വ വാഗ്ദാനം. ഇത് വന്ധ്യയ്ക്കു കുട്ടിയുണ്ടാകുന്നത് പോലെയാണ് ഈ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ മതേതരത്വവും ജനാധിപത്യ പറച്ചിലുമൊക്കെ. ഇവർ ചാനലുകളിൽ വന്നിരുന്ന് ഇങ്ങനെ മുഴത്തിന് 300 വട്ടം ജനാധിപത്യമെന്നും മതേതരത്വമെന്നും വിളിച്ചു പോകുന്നതല്ലാതെ ഇവരുടെ അജണ്ടയിൽ പോലും മതേതരത്വവും ജനാധിപത്യവും ദേശീയതയും ഒന്നുമില്ല എന്നതാണ് വസ്തുത. 1. 2, നമ്മള് മതരാജ്യത്തിനു വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്ന് അവര് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അമുസ്ലിങ്ങളെ ഒന്നും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് ഞങ്ങൾക്കില്ലെന്നും ഈ രാജ്യത്തെ മതവൽക്കരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും പല ആവർത്തികളിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. മുദ്രാവാക്യങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തിനു പറയുന്നു? ഞാൻ കൂടുതൽ ഇതിൽ പറയേണ്ട ആവശ്യമില്ല. 1921 കത്തി ഞങ്ങൾ ഉറയിൽ നിന്ന് ഇട്ടിട്ടില്ല, ഉറയിലിട്ടിട്ടില്ല. 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തെച്ചുമിനുക്കാൻ മടിയില്ല. 1921 കത്തി എന്ന് പറയുന്നത്, വാൾ എന്ന് പറയുന്നത് പാവപ്പെട്ട ഹിന്ദുക്കളെ കൊന്നൊടുക്കിയതാണ്. അത് ചരിത്രമാണ്. അത് BJP പറയുന്നതല്ല, അത് RSS പറയുന്നതല്ല. 1921 RSSും BJPയും ഇന്ത്യയിലില്ല. ആ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട് പുസ്തകം എഴുതിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ്. എത്രയോ കോൺഗ്രസ്സുകാരുടെ തലമുതിർന്ന 1ാം തരം കോൺഗ്രസ്സുകാരുടെ, ഇന്നത്തെ കോൺഗ്രസ്സുകാരല്ല.
SDPയുമായി കൂട്ടുകൂടി ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടി രാജ്യത്തെ ആഗ്രഹിക്കുന്ന ക്ഷുദ്രജീവികൾ കൂട്ടുകൂടി അതായത് ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോ എല്ലാവരും പറയുന്നത് കേൾക്കണം, അങ്ങനെ സന്മനസ്സുള്ളവര് മാത്രം വന്നിരുന്നാ മതി. ഈ ദേശദ്രോഹികളെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് എന്തിനാ ഇത്ര പൊള്ളുന്നത്? എല്ലാ കാലവും ഈ രാജ്യം നിലനിന്നിട്ടുള്ളത്, ഈ ഭരണകർത്താക്കൾ ഭരിച്ചിട്ടുള്ളത് ഇടതനെയും വലതനെയും പ്രീണിപ്പിച്ച് നിർത്തിയിട്ട് തന്നെയാണ്. അതിൽ നിന്ന് വിഭിന്നമായി ദേശത്തോട് ചേർന്നാണ് ഒരു ഭരണാധികാരി നിൽക്കേണ്ടതെന്നും രാജ്യമായിരിക്കണം അവിടെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്നും പഠിപ്പിച്ചത് നരേന്ദ്രമോദിയാണ് തെളിയിച്ചത്. ഗോപാലന്റെ പ്രസംഗം കേൾക്കേണ്ടതില്ല. രാംകുമാറിന്റെ പ്രസംഗം കുറെ കേട്ടു. രാംകുമാറിന്റെ പ്രസംഗം കുറെ കേട്ടു. അല്ല, ഞങ്ങളിങ്ങനെ പ്രസംഗം കേൾക്കാനിരിക്കുന്നവരല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കും, അതിന് മറുപടി പറയും. അതിന് ചോദ്യം ചോദിക്കും, മറുപടി പറയട്ടെ. ഈ ഗോപാലന്റെ പ്രസംഗം കേൾക്കാനാണോ ഞങ്ങൾ ഇവിടെ വിളിച്ചിരിക്കുന്നത്? അതേ പറയാനുള്ള പറയട്ടെ, അതിന് മറുപടി പറയണം താങ്കൾ. അതേ പറയട്ടെ. ഗോപാലന്റെ പ്രസംഗം കേൾക്കാനാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. താങ്കൾക്ക് താല്പര്യമില്ലേ തുടരാൻ? അൻസാരി, അതല്ലേ, താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടോ എന്ന് പറയാൻ ആങ്കറിന് സാധിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ബഹുമാന്യനായ ആങ്കർ അത് പറഞ്ഞു. അല്ല, ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇവരുടെ പാർട്ടി പ്രതിനിധികൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കേൾക്കണം, മറ്റവരാരും പ്രസംഗിക്കുന്നത് ഇദ്ദേഹത്തിനോട്ട് കേൾക്കാനും പറ്റത്തില്ല. ഇത് വെള്ളരിക്കാ പട്ടണമൊന്നും അല്ല. മറുപടി പറയാണ്. താങ്കളൊന്ന് ക്ഷമിക്കുക. താങ്കൾക്ക് താല്പര്യമില്ലേ തുടരാൻ? മറുപടി അല്ല പറയുന്നത്. പറയട്ടെ. അതെ, താങ്കൾ തടസ്സപ്പെടുത്താതെ അതേ പറയട്ടെ. സമയം അപഹരിക്കാതെ ദയവ് ചെയ്ത് സഹകരിക്കുക. അതേ പറയുന്നത് പറയട്ടെ. ശ്രീ ഗോപാലകൃഷ്ണൻ തുടരാം. ഞാനൊരു കാര്യം വളരെ കൃത്യമായി ഒന്നുകൂടെ ഊന്നി പറയുന്നു. ഞാൻ നിങ്ങൾ ചോദിച്ച മറുപടിയിലേക്കാണ് വരുന്നത്. പക്ഷെ മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് എന്നെ തടസ്സപ്പെടുത്തി എന്റെ വാക്കുകൾ ഇല്ലാതാക്കേണ്ട ശ്രമമില്ല. ഞാൻ എല്ലാവരും പറയുന്നത് കേട്ടിരുന്ന ആളാണ്. അതിന്റെ പേരാണ് സഹിഷ്ണുത. സഹിഷ്ണുത ഇല്ല എന്നുള്ളതാണ് ഇത്തരം സമീപനം സ്വീകരിക്കുന്ന ഇത്തരം സംഘടനകളുടെ സമീപനം തന്നെ. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു വന്ന സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 21 ഹിന്ദുക്കളെ പറ്റും സാർ നിങ്ങൾ മിണ്ടായിരിക്കും. ഞാനൊന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് വേണ്ടി സമാപനത്തിൽ ഇരുന്നിട്ട് താങ്കൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. താങ്കൾ ഒന്ന് സംസാരിക്കട്ടെ, ഒരു ചർച്ചയല്ലേ. ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. താങ്കൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇത്ര നേരം താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും വേണ്ടിയില്ലല്ലോ. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയും. എനിക്ക് വിരോധമില്ല. അപ്പോ അങ്ങനെയുള്ള SDPI, ആ SDPI ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ഈ രാജ്യത്തെ താലിബാൻ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്ഷുദ്രജീവികളായ രാജ്യദ്രോഹികളായ ഈ SDPIയെ ദേശസ്നേഹികളുടെയും രാജ്യസ്നേഹികളുടെയും പ്രസ്ഥാനമായ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ജനം ചാനലിൽ വിളിച്ചിരുത്തിയത് ഞങ്ങളെ പോലെയുള്ള ദേശസ്നേഹികളെ രാജ്യസ്നേഹികളെ അപമാനിക്കാനാണ് എന്ന് ജനം ചാനലിന്റെ ചുമതലക്കാരനായ അനിൽ നമ്പ്യാരോടാണ് എനിക്ക് പറയാനുള്ളത്, SDPIക്കാരനോടല്ല. അതുകൊണ്ട് താങ്കളോട് ഞാൻ ഒന്നുകൂടി പറയുന്നു. താങ്കളുടെ ചോദ്യം എന്ന പാലക്കാട് ഈ രാജ്യദ്രോഹികളായ ആളുകൾ കോൺഗ്രസുമായി ചേർന്നു വന്ന ഈ രാജ്യദ്രോഹികളെ ഈ ചർച്ചയിൽ വിളിച്ചിരുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യസ്നേഹി എന്ന നിലയിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് മാറുകയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. രാജ്യദ്രോഹികളെ വിളിക്കാതിരിക്കുക ഈ ചാനലിലെങ്കിലും എനിക്ക് നാണക്കാനാണ് ഈ ചാനലിൽ ഇന്ന് ഇയാളുടെ കൂടി സംസാരിക്കാൻ. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുന്നു. ഈ ചർച്ച ഞാൻ നിർത്തുന്നു. നമസ്കാരം. അതായത് ഇവർക്കൊക്കെ കൂടുതൽ സ്പേസ് കൊടുക്കുന്നതും ഇവരുടെ ഈ വിഷം നിറഞ്ഞ ആശയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവർക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നതും ചാനലുകാർ തന്നെയാണ്. അവരുടെ ഓൺലൈൻ ചാനലുകളിലൂടെ അവർ കയറി വരട്ടെ, ഒരു കുഴപ്പമില്ല. മറിച്ച് മുഖ്യധാരാ ചാനലുകളിൽ പോലും അവരുടെ മതതീവ്രവാദം പ്രചരിപ്പിക്കാൻ ഒരു വേദിയാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് ഇവരിത്രയും ഈ രാജ്യത്ത് കിടന്ന് അട്ടഹസിക്കുന്നത്. നന്ദി.